കണ്ണ്, അന്തർമുഖത്വം, ഉള്ളിലേക്ക് അവനവനെ പറ്റി ചിന്തിക്കുന്നത്. മനുഷ്യർ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഈ ഭൂമിക്ക് ഭൂമി എന്ന് പേരില്ല, വെള്ളത്തിന് വെള്ളം എന്ന് പേരില്ല, അഗ്നിക്ക് അഗ്നി എന്ന് പേരില്ല, ആകാശത്തിന് ആകാശം എന്ന് പേരില്ല, എനിക്കും പേരില്ല, നിനക്കും പേരില്ല, ആനക്കും ആടിനും പേരില്ല. എല്ലാറ്റിനും പേര് കൊടുത്തത് മനുഷ്യൻ വന്നതിന് ശേഷമാണ്. കാരണം തന്നെ അറിയാം, നിന്നെ അറിയാം മനുഷ്യന്. പക്ഷിമൃഗാദികൾക്ക് ഒന്നിന്റെയും പേരറിയില്ല. നായ്ക്കറിയോ നായിന്റെ പേര് നായിയാണെന്ന്? ഇല്ല. താൻ ആനയാണെന്ന് അറിയുന്ന ഒരു ആനയും ലോകത്തില്ല. കാട്ടിലെ രാജാവ് ആരാ? ഏത് രാജ്യത്ത് ചോദിച്ചാൽ ഉത്തരം കിട്ടും, സിംഹം. പക്ഷെ ആ വിവരം ഇന്നോളം ഒരു സിംഹം അറിയില്ല. സിംഹത്തിനറിയില്ല താനാണ് കാട്ടിലെ രാജാവെന്ന്. അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണമെന്ന് പറയും. പരിചാരകന്മാര് വേണം, എസ്കോർട്ട് വേണം, ഒന്നുമില്ല. അത് വെറും നിലത്ത് കിടന്നുറങ്ങുന്നു. അതിന്റെ ഭക്ഷണം അത് തന്നെ വേട്ടയാടി പിടിച്ച് തിന്നുന്നു. ആരും സഹായിക്കാനില്ല. ഉണ്ടോ? നമ്മൾ നിശ്ചയിച്ചത് ആ സിംഹമാണ് കാട്ടിലെ രാജാവെന്ന്. സിംഹം നിശ്ചയിച്ചതല്ല, കാട്ടിലെ മൃഗങ്ങൾ നിശ്ചയിച്ചതുമല്ല. ലോകത്തിലെ സകലതിന്റെയും ആന്തരികമായ ചൈതന്യം തിരിച്ചറിയുന്നത് കൊണ്ടാണ് മനുഷ്യൻ അതിനൊക്കെ പേരിട്ടത്. ഭൂമിക്ക് എങ്ങനെയാ ഭൂമി എന്ന് പേര് വന്നത്? ഭൂതിയുള്ളത് ഭൂമി. എന്താ ഭൂമി? ഭൂതി ഐശ്വര്യമുള്ളത് കൊണ്ട്. ഐശ്വര്യമുള്ള ഒരു കുരുവേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. കുരു എന്ന് പറഞ്ഞാൽ ഗോളത്തിന്റെ പച്ച മലയാളം കേട്ടോ. ഗോളം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളെല്ലാം ഗോളാകൃതിയിലാണ്. ഇതാരാ ഉരുട്ടിവിട്ട്? ആരും ഉരുട്ടണ്ട. സ്വതന്ത്രമായി ഏതൊരു വസ്തുവിനെ വിട്ടാലും ഉരുണ്ടുകൂടും. നമ്മളൊരു കല്ലെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞാൽ കല്ല് കല്ലായിട്ട് തന്നെ നിൽക്കുന്നത് സ്വതന്ത്രമാവാതെ പരസ്പരം ഘടിപ്പിച്ചിട്ടതിന്റെ തന്മാത്രകൾ പരസ്പരം ബന്ധിപ്പിച്ചതുകൊണ്ടാണ് അത് ഗോളമാവാത്തത്. എന്നാ ഒരു ബക്കറ്റിലെ വെള്ളം എടുത്തിട്ട് ആകാശത്തേക്ക് ഒഴിക്കൂ, ബക്കറ്റിന്റെ ഷേപ്പിൽ നിൽക്കൂല, എല്ലാം ഉരുണ്ടുകൂടും, ഗോളമായി മാറും. അത് പ്രകൃതിയുടെ തനത് ഭാവമാണ്. ആ ഗോളത്തിന്റെ പച്ച മലയാളം കുരു എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കുരു ഉണ്ട്. ആ കുരുവിലൊന്നും തന്നെ വെള്ളമില്ല, വായുവില്ല, പുഷ്പങ്ങളില്ല, മഴവില്ലില്ല. ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? സ്വർണ്ണമരാളങ്ങളുണ്ടോ എന്ന് വയലാറ് പാടിയതാ. ഈ ഭൂമിയിൽ മാത്രമേ ഐശ്വര്യമുള്ളൂ. ഇവിടെ അമ്പലങ്ങളുള്ളൂ. ഈ ഭൂമിയിലല്ലാതെ അമ്പലങ്ങളില്ല, പള്ളികളില്ല, പ്രാർത്ഥനകളില്ല, ദൈവത്തിന്റെ പേര് വിളിക്കുന്നില്ല. അതുകൊണ്ട് ഐശ്വര്യമുള്ള ഒരേ ഒരു കുരു ശ്രീ കുരുവ ഈ ഭൂമിയാണ്. അത് നമ്മുടെ അമ്പയാണ്. അതാണ് ശ്രീ കുരു അമ്പ. കേട്ടിട്ടുണ്ടോ? അതാരാണ്? കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പേ, ശ്രീ കൂർമ്മ. അതാ ചീറുമ്പ എന്നൊക്കെ പറയുന്നത്. ഈ ഭൂമിയാണ് നമ്മുടെ ദൈവം. കാരണം ഐശ്വര്യമുള്ള ഓം ഭൂർഭുവസ്വഹ. ഗായത്രി മന്ത്രത്തിന്റെ ആദ്യം ഈ ഭൂമിയിൽ ഭുവസ്വം കൊടുക്കുന്നവൻ ആര്? സൂര്യനാണ്. സൂര്യഗായത്രി. ഭൂവർ എന്ന് പറഞ്ഞാൽ ഭൂതിഭൂഷ്. ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. ഐശ്വര്യം ഉണ്ടാക്കുന്നത്. ഭൂമിക്ക് ഭൂമി എന്ന് പേരിട്ടുവാക്ക്. ഭൂമിയുടെ ഐശ്വര്യം തിരിച്ചറിഞ്ഞ നമ്മളാണ്. എല്ലാവരെ പറ്റിയും അറിയുന്നത് കൊണ്ടാണ് നമുക്ക് ആത്മശക്തി ഉണ്ടാവുന്നത്. നമുക്ക് മരണത്തെ പറ്റി അറിയാം. മരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുന്നു. ഒരു പക്ഷിമൃഗാദികളും മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാനീ എന്ന് പറഞ്ഞിട്ട് പാടാറില്ല. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. ഞാൻ താമരശ്ശേരി ഒരു ദിവസം ബസ്സിൽ വരിക. താമരശ്ശേരി ചുരം ഇറങ്ങി വരുമ്പോഴാണ് ബസ്സിൽ ഈ പാട്ട് വെച്ചത്. ചുരത്തുമ്പോൾ അങ്ങനെ കാണുമ്പോ ആ അഗാധ ഗർത്തം കാണുമ്പോ കാലിന്റെ അടുന്ന് വേറെയാണ്. നന്നേരാണ് എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു, വേറെ ഒരു പാട്ട് കിട്ടിയില്ല ആളെ പേടിപ്പിക്കുന്ന. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. ഇതറിയുന്നത് ആത്മവിദ്യാലയമേ. ആത്മത്തെ കുറിച്ചുള്ള വിദ്യാലയത്തിൽ അറിവുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഇതറിയുന്നത്. മരണത്തെ പറ്റി ചിന്തിക്കുന്നു, മരിച്ചു പോവല്ലോ ഞാൻ.
നിങ്ങൾ എല്ലാരും ഇവിടെ വരുമ്പോ, അമ്പലത്തിൽ വരുമ്പോ കുളിച്ചല്ലോ, കുളിച്ചിട്ട് പൗഡർ ഇട്ടല്ലോ, മുടി ചീകിയല്ലോ, പൊട്ട് തൊട്ടല്ലോ. ആ പൊട്ട് തൊട്ട് മുടി ചീകി കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിൽ നോക്കിയ നിങ്ങളുടെ തല ഇപ്പൊ നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ തല എന്താ നിങ്ങൾക്കറിയില്ലേ? കണ്ണാടി കണ്ടിട്ടില്ലേ നിങ്ങളുടെ തല? ആ തല 100 കൊല്ലം കഴിഞ്ഞ എവിടെ ഉണ്ടാവും? ആലോചിച്ചു കേട്ടെ. 100 കൊല്ലം കഴിഞ്ഞാൽ ഈ തലയില്ലേ എവിടെ ഉണ്ടാവും? തിലകം ചാർത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാനുഴറിയ നീയും വിലപിടിയാതൊരു തലയോടായി മാറൂലേ? അതറിയണമെങ്കിൽ ആത്മവിദ്യാലയമേ. അവനവനെയും നിന്നെയും തിരിച്ചറിയുന്നവൻ മനുഷ്യനാ. ഈ വിദ്യാലയത്തിൽ എങ്ങനെയാ നടന്നിട്ടോ ബസ്സിലോ സ്കൂൾ ബസ് ഉണ്ടോ പോവാൻ? ആ വിദ്യാലയത്തിൽ പോകാനാണ് ആത്മവിദ്യാലയമേ എന്ന പാട്ടിന്റെ ഈണം മറ്റൊരു പാട്ടിൽ നിന്ന് കടം കൊണ്ടതാണ്. ആ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം. മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്നവനാണ് മനുഷ്യൻ. പക്ഷിമൃഗാദികൾക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷ ആള് കൊട്ടിയൂര് പോയിട്ടുണ്ടാവുമല്ലോ. കൊട്ടിയൂര് പോവാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്ന് വണ്ടി പിടിച്ചു പോയാൽ, പണ്ടാ ബസ്സിൽ ഇപ്പൊ വണ്ടി പിടിച്ചു പോയാൽ ഇവിടുന്ന് പന്തിരിക്കര കണ്ടാൽ കടിയങ്ങാട് പാലം ഒന്ന് കടന്നാൽ പിന്നെ പാലേരി അല്ലെ, പാലേരി. അത് കഴിഞ്ഞിട്ട് കുറ്റ്യാടി നിറത്തു പോയാൽ നരിക്കൂട്ടും ചാല്. അത് കഴിഞ്ഞാൽ പിന്നെ മൊകേരി, പട്ടോളി, അമ്പലക്കുളങ്ങര, കക്കട്ട് കഴിഞ്ഞാൽ പിന്നെ പയന്തൂങ്ങ് അല്ലെ, ചേലക്കര, പയന്തൂങ്ങ്. അത് കഴിഞ്ഞിട്ട് കല്ലാച്ചി കഴിഞ്ഞാൽ നാദാപുരത്ത് പോയാല്, അങ്ങോട്ട് പോയാല് ആവോലം കഴിഞ്ഞാൽ പേരൂർന്ന് വലത്തോട്ട് ഒരു ഷോട്ട് വെയിലുണ്ട്. ഒരു ഭൂമി ശ്രദ്ധിച്ചു. വലത്തോട്ട് ഷോട്ട് വെയിലൂടെ പോയാൽ നേരെ പാറക്കടവെത്തും. പാറക്കടവെന്ന് നേരെ പോയാൽ ചെറ്റക്കണ്ടി കഴിഞ്ഞിട്ട് കല്ലിക്കണ്ടി എത്തും. കല്ലിക്കണ്ടി കഴിഞ്ഞ പാറാടുന്ന് വലത്തോട്ട് പോയാൽ കുന്നോത്തുപറമ്പ്, താഴെ കുന്നോത്തുപറമ്പ്, മീത്തലെ കുന്നോത്തുപറമ്പ്, കല്ലുവളപ്പ്. അത് കഴിഞ്ഞ ചെറുവാഞ്ചേരി എത്തും. ചെറുവാഞ്ചേരി വലത്തോട്ട് തെറ്റിയാലുണ്ടല്ലോ നേരെ വെളുമ്പത്ത് മഹാമുറൂസിന്റെ വലിയ ഉറൂസ് നടക്കുന്ന സ്ഥലവും കഴിഞ്ഞ ഫോറസ്റ്റ് കഴിഞ്ഞ് കണ്ണവത്തെത്തി. കണ്ണവും പാലവും കടന്നിട്ട് എടയാറെത്തി കോളയാട് പോവും. കോളയാടുന്ന് പിന്നെ കൊമ്മേരി കഴിഞ്ഞാൽ നെടുമ്പോയിലെത്തും. നെടുമ്പോയിൽ നിടത്തോട്ട് കയറിയ കുന്ന് കയറി ഒരു 1 കിലോമീറ്റർ പോകുമ്പോൾ വലത്തോട്ട് ഒരു കിടക്കുണ്ട്, വാരപ്പീടിയ. ആ ഇടത്തോട്ടൂടെ പോയാൽ പെരുന്തോടി നിടത്തോട്ട് തെറ്റിയാൽ നേരെ കൊളക്കാട് എത്തും. കൊളക്കാട് നിടത്തോട്ട് തെറ്റിയാൽ നേരെ മഞ്ഞള പറമ്പ് എത്തും. എളുപ്പ വഴിയായത്. അവിടെ നിന്ന് വലത്തോട്ട് തെറ്റിയാൽ കേളകത്തെത്തും. കേളകം കഴിഞ്ഞാൽ ചുങ്കക്കുന്ന് പാമ്പർപ്പാൻ കഴിഞ്ഞാൽ നീണ്ടു നോക്കി കൊട്ടിയൂർ ടൗണായി. അത് കഴിഞ്ഞാൽ പിന്നെ തൃച്ചറുമന്ന എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ അമ്പലത്തിന്റെ അടുത്തെത്തി വണ്ടി അവിടെ പാർക്ക് ചെയ്ത് തോർത്തലെടുത്ത് ചുമലിട്ട് നേരെ പാലവും കിടന്ന് അപ്പുറത്തെത്തി. നേരെ പോകരുത് അമ്പലത്തില്. നേരെ അടുത്ത വെള്ളത്തിൽ പോയിട്ട് ഉടുത്തേനാലെ മുങ്ങിയിട്ട് ഒരു ചെറിയ കല്ലെടുത്തിട്ട് വലിയ കല്ലുമേൽ വരച്ചിട്ട് അല്പം ഒരു കുറിയുണ്ടാക്കിയിട്ട് അത് നെറ്റി തൊട്ടിട്ട് നേരെ തിരുവഞ്ചിറ കയറി പ്രദക്ഷിണം വെച്ച് അമ്മാറക്കല് നേർച്ച കഴിച്ചിട്ട് തിരിച്ചിപ്പുറം വരുമ്പോ മണിത്തറയുടെ നടുക്കൊരു കുഴിയുണ്ട്. ആ കുഴിയിലെ വിഗ്രഹത്തെയും തൊഴുത് അവിടുന്ന് അഷ്ടബന്ധത്തിന്റെ അല്പം അംശവും വാങ്ങി അതും നെറ്റി തൊട്ട് എന്നിട്ട് പുറകോട്ട് നടന്ന് വീണ്ടും പാലം കടന്നിട്ട് നിങ്ങളെ വണ്ടി കയറി. ഇവിടെ എല്ലാരും മനസ്സുകൊണ്ട് കൊട്ടിയിലെത്തിയില്ലേ?